ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പടക്കളത്തിലെ ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. പടം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഇനി നേരെ ഹിഡൻ ഡീറ്റെയിൽസിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. അതിൽ ടിപ്പു സുൽത്താൻ, ആദിത്യ മഹാരാജ്, കാർത്തിക തിരുനാൾ എന്നിവരെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവരെ ഉപമിച്ചിരിക്കുന്നത് ഇപ്പം നടക്കുന്ന കഥയിലെ ഓരോരുത്തരായിട്ടാണ്. രഞ്ജിത്ത് സാറിനെ ടിപ്പു സുൽത്താനായിട്ടും ഷാജി സാറിനെ ആദിത്യ മഹാരാജായിട്ടും ജിതിനെ കാർത്തിക തിരുനാളായിട്ടാണ്. കാരണം കാർത്തിക തിരുനാളാണ് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചത്. ഈ ഗെയിമിന്റെ പഴക്കം 2000 വർഷത്തിന് കൂടുതൽ ഉണ്ടെന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഒരു 2000 വർഷം പഴക്കെങ്കിലും ഉണ്ടാവും. എന്നാൽ അല്ല, 1000 ചില്ലാനം വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. യുദ്ധം നടന്ന സ്ഥലത്ത് സ്ഥാപിച്ച ശിലയിൽ സ്ഥാപക വർഷം 961 എന്ന് എഴുതിയിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ റംസാദ് ടീഷർട്ട് ഓർഡർ ചെയ്യുന്നത് കാണാം. അത് നേരെ കോളേജ് അഡ്രസ്സിലേക്ക് കൊണ്ടുവരാൻ പറയുന്നതായിട്ട് കാണാം. അതിൻ്റെ പിന്നീടുള്ള ഷോട്ടിൽ ആമസോൺകാരൻ ടീഷർട്ട് കൊണ്ടു കൊടുക്കുന്നതായിട്ടും കാണാം. ഇത് DC-യിലെ ഒരു കഥാപാത്രമായ ഗ്രീൻ ലാൻറ്റേണിൻ്റെ ലോഗോയുള്ള ടീഷർട്ടാണ് ഇതിൽ കൊണ്ടുവന്നത്. റംസാദ് അവിടെ വെച്ച് ഈ ടീഷർട്ട് പാകമാണോ എന്ന് നോക്കുന്നുമുണ്ട്. ഈ ടീഷർട്ടും ഇട്ടിട്ടാണ് രഞ്ജിത്ത് സാറിൻ്റെ ബാഗ് അടിച്ചു മാറ്റാൻ പോകുന്ന ലാബ് സീനിലുള്ളത്. കറണ്ട് പോകുന്ന സമയത്ത് ഗ്രീൻ ലാൻറ്റേൺ എന്ന ലോഗോ ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം. ഇതിലെന്താ കുഴപ്പമെന്നല്ലേ? ആദ്യത്തെ ഷോട്ടിലൊക്കെ നോക്കുമ്പോൾ ലോഗോയും പുറത്തുള്ള സർക്കിളും ഏകദേശം സെയിമാണ്. പിന്നെ ലൈറ്റ് കത്തുന്ന സമയത്ത് ലോഗോ ചെറുതാവും പുറത്തുള്ള സർക്കിൾ വലുതായിരിക്കുന്നത് കാണാം. ഇതൊരു മിസ്റ്റേക്കായിട്ടാണ് തോന്നിയത്. ബാഗ് ലാബിൽ നിന്ന് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സീനിൽ 4 ഫ്രണ്ട്സും DC ക്യാരക്ടറിൻ്റെ ലോഗോ ഉള്ള ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലാഷ്, ബാറ്റ്മാൻ, സൂപ്പർമാൻ ആൻഡ് ഗ്രീൻ ലാൻറ്റേൺ. അതിൽ സ്കൂട്ടർ ഓട്ടിക്കുന്ന പയ്യൻ ഫ്ലാഷിൻ്റെ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം സ്പീഡിൽ പോകുന്നതുകൊണ്ട്. ബാറ്റ്മാൻ ഇട്ടിരിക്കുന്ന പയ്യൻ ഇരുട്ടുണ്ടാക്കും, അതായത് കറണ്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത് ഗ്രീൻ ലാൻറ്റേൺ വെളിച്ചമുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ലാബിൽ വെച്ച് അവൻ്റെ ടീഷർട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാക്കുന്നത്. ലാസ്റ്റ് സൂപ്പർമാൻ ധൈര്യമായിട്ട് ആ ബാഗ് അടിച്ചു മാറ്റും. ലാബിൽ വെച്ച് ബാഗ് എടുക്കുന്ന പ്ലാൻ പാളിപ്പോയത് റംസാദ് ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഗ്ലോ ആയതുകൊണ്ടാണ്. ഇതുപോലെയാണ് DC-ക്കും സംഭവിച്ചത്. ഗ്രീൻ ലാൻറ്റേൺ ഒരു പാളിപ്പോയ കഥാപാത്രമാണ്. സാഫ് അഭിനയിച്ചിരിക്കുന്ന കണ്ണൻ എന്ന കഥാപാത്രം ബാറ്റ്മാൻ ഫാൻ ബോയ് ആണ്. കാരണം ഈ പടത്തിൽ ഉടനീളം ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ കറണ്ട് കട്ട് ചെയ്യുന്നതും അവനാണ്. EC ഡിപ്പാർട്ട്മെന്റിലെ HOD മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് പിള്ളർ സ്ട്രൈക്ക് ചെയ്യുന്നത്. ശേഷം പിള്ളർ HOD പൂട്ടിയിട്ട് ആ പ്രോബ്ലം സോൾവ് ആക്കി ഷാജി സാറിനെ HOD ആക്കുന്നുണ്ട്. ശേഷം രഞ്ജിത്ത് സാർ പകിട കളിച്ച് ഷാജി സാറിനെ നിയന്ത്രിക്കുന്ന ആ സീനിൽ HOD ആയ മാധവൻ സാറിനെ കാണിക്കുന്നുണ്ട്. ഈ സീനിൽ എങ്ങനെയെങ്കിലും ബാഗ് അടിച്ചു മാറ്റണമെന്ന് ജിതിൻ നഖം കടിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രഞ്ജിത്ത് സാർ ബാഗ് അവിടെ വെച്ച് പോയത്. അപ്പോൾ ഉടനെ റംസാദ് ജിതിനെ തട്ടുന്നുണ്ട്. അങ്ങനെയാണ് കൈ മുറിഞ്ഞത്. ഇത് കഴിഞ്ഞ് ബാഗ് കൊടുക്കുന്ന സീനിൽ രഞ്ജിത്ത് സാർ താങ്ക്സ് പറയുന്നുണ്ട്. മിക്കവാറും കൈ മുറിഞ്ഞത് കൊണ്ടായിരിക്കും. വേറൊരു ഷോട്ടിൽ ജിതിൻ്റെ കൈ മുറിഞ്ഞ് ബാൻഡേഡ് കെട്ടിയിരിക്കുന്നതായിട്ടും കാണാം. ഈ ബോർഡിലുള്ള ഓരോ കരുക്കളിലായിട്ടാണ് 3 പേരെയും ഉപമിച്ചിരിക്കുന്നത്. ജിതിനെ കുതിരയായിട്ടും ഷാജി സാറിനെ ആനയായിട്ടും രഞ്ജിത്ത് സാറിനെ സിംഹമായിട്ടും. ബോഡി സ്വാപ്പ് ചെയ്യുന്ന ടൈമിലും ഇവർ ദേഹത്ത് കയറുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. ബോഡി സ്വാപ്പ് ചെയ്ത് രഞ്ജിത്ത് സാർ ജിതിൻ്റെ ബോഡിയിലേക്ക് കയറിയതിന് ശേഷം കണ്ണ് തുറക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. കാരണം രഞ്ജിത്ത് സാറിൻ്റെ ബോഡി ചെറുതായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞ സന്തോഷത്തിലാണ് ചിരിക്കുന്നത്. ബോഡി സ്വാപ്പ് ആയതിനു ശേഷം ജിതിന് വീട്ടിലോട്ടൊന്നും പോകണ്ടേ? അതോ അവൻ്റെ വീട്ടിലാരും അന്വേഷിക്കില്ലേ? ഈ സിനിമയുടെ ഡയറക്ടർ മനു സ്വരാജ് ബേസിലിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡയറക്ടർ ഒരു DC ഫാൻ ബോയും കൂടെയാണ്. പടത്തിലെ മിക്ക ഷോട്ടിലും DC-യുടെ പല ക്യാരക്ടേഴ്സിൻ്റെയും റെഫറൻസ് കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ തന്നെ കുറേ സിനിമകളുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ഷെർലോക്ക് ഹോംസും വൺ പീസിൻ്റെയും സ്റ്റാർ വാർസിൻ്റെയും പോസ്റ്ററും 3D പ്രിന്റഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടർ. പിന്നെ എൻ ഗെയിമിനെ കുറിച്ചും പറയുന്നുണ്ട്. റംസാദ് ഒരു ഡയലോഗിൽ ഓ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട്. ഇത് ഡെഡ് പോയിറ്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ളത്. താക്കോൽ 3D പ്രിന്റ് ചെയ്തതുപോലെ അവിടെ ഇവിടെയായിട്ട് കുറേ 3D പ്രിന്റഡ് സാധനങ്ങൾ കാണാം. ഇതും താക്കോൽ ചെയ്തതുപോലെയായിരിക്കും ഇവർ ചെയ്തത്. ഇതിൽ വിജയ് ബാബു അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഷമീർ എന്നാണ്. അദ്ദേഹം ആടിലും ആട് 2-ലും അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് സർബത്ത് ഷമീർ എന്നാണ്. അതുപോലെ ഷമീർ എന്ന കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഡയറക്ടറിന് മാർവലിനെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. കാരണം മാർവലിൻ്റെ ലോഗോ ഉള്ള ടീഷർട്ട് ഇട്ട് വന്ന ലിജോയെ തല്ലുന്നത്. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് 2255 എന്നാണ്. ഇത് രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇവരുടെ ഡ്രസ് കോഡാണ്. ഷറഫുദ്ദീൻ അഭിനയിച്ചിരിക്കുന്ന രഞ്ജിത്ത് എന്ന കഥാപാത്രം പച്ച ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് ജിതിൻ്റെ ദേഹത്ത് കയറിയപ്പോഴും പച്ച ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ജിതിൻ സിനിമയിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് ഷാജി സാറിൻ്റെ ദേഹത്ത് കയറിയപ്പോഴും ഈ കളർ ഡ്രസ് കോഡ് തന്നെ. ഷാജി സാർ എന്ന കഥാപാത്രം നീല ഡ്രസ്സാണ് ഈ പടത്തിൽ ഉടനീളം ഇട്ടിരിക്കുന്നത്. അത് രഞ്ജിത്ത് സാറിൻ്റെ ദേഹത്ത് കയറിയപ്പോഴും അങ്ങനെ തന്നെ. ബുക്കിലെ ഹൈലൈറ്റ്സ് നോക്കിയാൽ കാണാം ഇതേ കളർ കോഡ്. പച്ച, ചുവപ്പ്, നീല. ലുഡോയിലുള്ള 4 കളറും ഇതിൽ കാണിച്ചിട്ടുണ്ട് ഓരോ ക്യാരക്ടറായിട്ട്. രഞ്ജിത്ത് സാർ പച്ച കളർ, ജിതിൻ ചുവപ്പ് കളർ, ഷാജി സാർ നീല കളർ.
അടുത്ത് മഞ്ഞ. മഞ്ഞ ആദ്യ ചരിത്രം പറയുമ്പോൾ അതിൽ കാണിച്ചിട്ടുള്ളത് മഞ്ഞ ഷെയ്ഡാണ്. രഞ്ജിത്ത് സാർ ജിതിനെ നിയന്ത്രിച്ച് ചായ റംസാദിൻ്റെ മുഖത്ത് ഒഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ണൻ നകുലൻ ഉറങ്ങുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീനിൽ കാണാം ആരുടേതാണ് ബോഡി സോപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എഴുതിയത് റംസാദാണ്. കാരണം അതിൻ്റെ താഴെ റംസാദ് = റംസാദ് എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ഡാൻസ് കളിക്കുന്ന സീനിൽ ഡാൻസസ് ഇട്ടിരിക്കുന്നത് ഇതേ 3 കളറാണ്. ചുവപ്പ്, നീല, പച്ച എന്ന തരത്തിലുള്ള കളറുകളാണ് ഇവർ ഇട്ടിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നതും തീരുന്നതും ഒരേപോലുള്ള ഫ്രെയിമിലാണ്. അവർ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും സെയിം തന്നെ. പടം ലൂപ്പിലേക്ക് പോകുന്നത് എന്ന് കാണിക്കുന്നതാണോ അതോ അല്ലയോ? പിന്നെ ആദ്യ സീനിൽ ജനാലകൾ തുറന്നിട്ടിരിക്കുന്നത് കാണാം. അവസാനത്തെ സീനിൽ ജനലുകളെല്ലാം അടഞ്ഞിരിക്കുന്നത് കാണാം. ഇത് ലൂപ്പ് അടഞ്ഞതെന്ന് പറയുന്നതാണ്. കൂടാതെ അവർ 4 പേർക്കും ഇഷ്ടമുള്ളത് ലസ്സിയാണ്.